പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓമന രാജൻ. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ താമസിക്കുന്നു. കുടുംബമായിട്ട് താമസിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മക്കളുടെ വിവാഹം കഴിഞ്ഞു. മോള് കാനഡയിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. മോൻ നാട്ടിൽ സെറ്റിൽഡാണ്. പിന്നെ ഞങ്ങളിവിടെ ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു. ഞാനും പോകാറുണ്ട് ഇപ്പം. പക്ഷേ 2-3 ആഴ്ച കൊണ്ട് വീടിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ ആയിരുന്നത് കൊണ്ട് ഞാൻ പോകാൻ പറ്റിയില്ല. ഇന്നും വീട്ടിലാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മളൊരു വചനം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2:4. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ള ആദ്യ സ്നേഹത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വരുന്ന ഓരോ അനുഭവങ്ങളുണ്ടല്ലോ. കുടുംബജീവിതത്തിൻ്റെ അവസ്ഥ എടുത്താലും വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം വളരെ സ്നേഹമാണ്. അതാണ് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. എന്നാൽ ഉത്തരവാദിത്തത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തമ്മിൽ ചില സമയങ്ങളിലൊക്കെ ഒരു വിള്ളലുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരാൾ മറ്റൊരാളെ കുറ്റം പറയും. തമ്മിൽ കുറ്റം പറച്ചിലൊക്കെ ചില സമയത്തുണ്ടാകാം. അപ്പോഴാ ആദ്യ സ്നേഹത്തിനൊരു കുറച്ചിൽ സംഭവിക്കും. എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിൽ നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സ്നേഹം നമ്മളിൽ പൂവിടുകയാണ്. അത് പിന്നെ വളർന്ന് ആ സ്നേഹത്തിൽ നമ്മൾ വളരുകയാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ചില സമയങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വരച്ചേർച്ചകൾ ഉണ്ടാകാം. എന്നാൽ അതൊക്കെയും നമ്മളെ ആ സ്നേഹം നമ്മളിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ആ സ്നേഹത്തിൽ എന്തെങ്കിലും ജീവിതത്തിലെ സ്വരച്ചേർച്ചകൾ വന്നാലും നമ്മൾ പിന്നെയും ആ സ്നേഹത്തിൽ തമ്മിൽ പറഞ്ഞ് രമ്യതയിലായി സ്നേഹത്തിൽ അടുത്ത് വരാറുണ്ട്. എന്നാൽ മറുവശം നമ്മൾ നോക്കുമ്പോൾ 2 പേര് സ്നേഹിച്ച് വിവാഹം കഴിച്ച് വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അവർ നേരത്തെ സ്നേഹിച്ച ആ അനുഭവത്തിൽ ഒരു പക്ഷേ പിന്നീട് തുടരുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പല വിവാഹ വിഷയങ്ങളും സക്സസ് ആവുന്നുണ്ട്. എന്നാൽ ചിലയിടത്ത് അതിന് ഉലച്ചിൽ വരാറുണ്ട്. പലരുടെയും ജീവിതത്തിൽ ഡൈവേഴ്സിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ അവസ്ഥയിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മളുടെ ഏതവസ്ഥയിലായിരുന്നാലും നമ്മൾ രമ്യതയിലായി ആരുടെ ജീവിതത്തിലാണ് ഒരു വീഴ്ച വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആദ്യത്തെ സ്നേഹത്തിൽ പിന്നെയും ഒന്നിക്കണം. ഒരു വിവാഹ ബന്ധം എന്ന് പറയുന്നത് സ്വരച്ചേർച്ചകളൊക്കെ വരും. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകും. എങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് ആ മരണം നമ്മളെ വേർപിരിക്കുന്നിടം വരെ നമ്മളെ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിന് ദൈവവചനമുണ്ട്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10:10 വചനം. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല വിവാഹം നടന്ന ദമ്പതികൾ ഡൈവേഴ്സ് ആകണമെന്ന്. ദൈവം നമ്മളെ എപ്പോഴും ആഗ്രഹിക്കുന്ന ആദ്യ സ്നേഹത്തിൽ മടങ്ങി വരണമെന്നാണ്. അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നമ്മൾ നോക്കുന്ന ആ ചില മക്കൾ വിചാരിക്കുന്നുണ്ട്, എൻ്റെ പപ്പായും മമ്മിയും എന്നെ സ്നേഹിക്കുന്നില്ല. ആദ്യം ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ആ കുഞ്ഞിനോട് നമുക്ക് വളരെ സ്നേഹമായിരിക്കും. എന്നാൽ ആ കുഞ്ഞ് വളർന്ന് പഠിക്കുന്നതൊക്കെ സമയം വരുമ്പോൾ നമ്മൾക്ക് ഒരുപക്ഷെ ആ കുഞ്ഞിനെ ബാലശിക്ഷ കൊടുത്തെന്നിരിക്കും, അടിച്ചെന്നിരിക്കും. അപ്പോൾ കുഞ്ഞിന് തോന്നും, എൻ്റെ പപ്പായും മമ്മി എന്നെ സ്നേഹിക്കുന്നില്ല. പിന്നെ രണ്ടാമതൊരു കുഞ്ഞ് ഉണ്ടാകുമ്പോഴും ആ മൂത്ത കുഞ്ഞിനെ
തോന്നാറുണ്ട് എൻ്റെ പപ്പയും മമ്മിയും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. അതുപോലെ രണ്ട് കുഞ്ഞുങ്ങളും പിന്നെ ഒരുമിച്ച് വളർന്ന ഒരു ടീനേജൊക്കെ ആകുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞ് അപ്പനെയും അമ്മയും ബഹുമാനിക്കാതെ സ്നേഹിക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ അടിക്കും. അതിനകത്ത് ഒരു കുഞ്ഞ് ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന കുഞ്ഞാണെങ്കിൽ ആ അടി കൊള്ളുന്ന കുഞ്ഞ് വിചാരിക്കും അവനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. എന്നാൽ ആ കുഞ്ഞ് വിചാരിക്കുന്നില്ല ഞാൻ അനുസരിക്കാത്തത് കൊണ്ടാണ് എന്നെ അടിക്കുന്നതെന്ന്. അപ്പം സ്നേഹത്തിൻ്റെ വിഷയത്തിൽ വേരിയേഷൻ സംഭവിക്കുന്നു. മാതാപിതാക്കൾ ഒരുപക്ഷെ രണ്ട് കുഞ്ഞുങ്ങളെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്, എന്നാൽ പരിസ്ഥിതി അവരെ അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്. അതുപോലെ എൻ്റെ ഒരു അനുഭവം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ മൂത്ത രണ്ട് ആങ്ങളമാരായിരുന്നു, ഞാൻ മൂന്നാമത്തേതാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഒരുപാട് സ്നേഹിച്ചു. മൂന്നാമത്തെ ഒരു പെൺകുഞ്ഞായതുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചു. എൻ്റെ അപ്പനും അമ്മ ഇപ്പോഴും ഉണ്ട്. അമ്മ ബെഡിലാണിപ്പോൾ. എന്നാൽ എനിക്ക് 17 വയസ്സായപ്പോൾ എനിക്കൊരു അനിയത്തി ഉണ്ടായി. അമ്മയുടെ 35-ാം വയസ്സിലാണ് അനിയത്തി ഉണ്ടായത്. എന്നാൽ 3-4 എൻ്റെ 21-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ചില സമയങ്ങളിലൊക്കെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ അനിയത്തിയോട് എൻ്റെ അപ്പനും അമ്മയും ഒരുപാട് സ്നേഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ സഹോദരിയാണ് സ്നേഹിക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ മനസ്സിനൊക്കെ ദുഃഖവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് സാഹചര്യത്തിൻ്റെ പുറത്ത് അങ്ങനെ പറ്റുന്നതാണ്. എന്നാൽ ദൈവം ഇവിടെ പറയുന്നത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുന്നു. നമ്മൾ യേശുക്രിസ്തുവിൽ കൂടെ നമ്മൾ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന സമയത്ത് ആദ്യ നാളുകളിലൊക്കെ നമ്മുടെ അനുഭവം എങ്ങനെയായിരിക്കും? വളരെ സന്തോഷമാണ്. ആ ആത്മാവിൻ്റെ നിറവിലൊക്കെ നമ്മൾ നിറഞ്ഞിങ്ങനെ ആത്മാവിൽ ആരാധിക്കും. ആത്മാവിൽ സത്യത്തിലൊക്കെ ആരാധിക്കുമ്പോൾ എന്തോ ഒരു വലിയ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാണ്. പിന്നീട് ഇങ്ങനെ ഞാനിപ്പോൾ ആ കുടുംബ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വചനം വായന, പ്രാർത്ഥന, ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നു. അപ്പോഴാ ദൈവം നമ്മളെ നോക്കുന്നത്. പാഠപുസ്തകം 2:1 നമ്മൾ വായിക്കുന്നത്, എഫെസോസിലെ സഭയുടെ ദൂതനാണ് ഇത് എഴുതുന്നത്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. യോഹന്നാൻ അപ്പോസ്തലന് കർത്താവ് കൊടുത്ത കാര്യങ്ങളാണ്. എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി എഴുതിയ ദൂതാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എഫെസോസ് സഭയോട് പറയുമ്പോഴേ അനേകം നല്ല കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ദൈവം ആ സഭയുടെ പ്രവൃത്തിയെ അറിയുന്നു, പ്രയത്നത്തെ അറിയുന്നു, സഹിഷ്ണുത അറിയുന്നു, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തത് അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ അവർ കള്ളന്മാരെന്ന് അവരെ കണ്ടുപിടിച്ചു. പിന്നെ സഹിഷ്ണുതയുള്ളത് ഉള്ളത് കർത്താവ് പറയുകയാണ്, എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എന്തുമാത്രം ഗുണവിശേഷമാണ് ആ സഭയെക്കുറിച്ച് പറയുന്നത്. എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭയോട് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയെന്നൊരു കുറവ് കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം തൂക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ അളന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓരോ ദിവസവും സംസാരിക്കുന്ന വിഷയം പോലും ദൈവത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു നല്ല പ്രവൃത്തി, പുറമേ നല്ല പ്രവൃത്തി ചെയ്യുന്നു, എന്നാൽ നമ്മുടെ അകത്തെ ആ വിഷയത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനുഷ്യർ അറിയുന്നില്ല. എന്നാൽ ദൈവമേ അറിയുന്നുള്ളൂ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ.
അപ്പോൾ നമ്മുടെ പ്രവൃത്തിയെ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ദൈവം. നമ്മുടെ പ്രയത്നം, സഹിഷ്ണുത, വളരാത്തവരെ സഹിച്ചുകൂടാത്തത്, എന്തെല്ലാം ഗുണങ്ങളാണ് അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ കള്ള അപ്പോസ്തലന്മാരാന്ന് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി സഹിച്ചത്, തളർന്നു പോകാഞ്ഞതും. ഇത്രയൊക്കെ കൃപയുണ്ടെങ്കിൽ, ഇത്രയൊക്കെ ഗുണവിശേഷം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആദ്യ സ്നേഹം എങ്ങനെയാ കുറയുന്നത്? അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ശമൂവേലിനോട് ദൈവം പറയുന്നു, അവൻ്റെ മുഖത്തെ നീ നോക്കരുത്, അവൻ്റെ പൊക്കത്തെ നോക്കരുത്, അവൻ്റെ വലുപ്പത്തെ നോക്കരുത്. ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ആരെയാണ് അഭിഷേകം ചെയ്യേണ്ടത്, അതുപോലെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ എപ്രകാരമായിരിക്കുന്നു. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്, തളർന്നു പോകാത്തത് അവസ്ഥയുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി സഹിക്കുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ആ ആദ്യ സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മളെ തന്നെ ശോധന ചെയ്യണം. ആദ്യ സ്നേഹം എന്ന് പറയുന്നത് യിരെമ്യാവിൻ്റെ പുസ്തകം 2:32 നമ്മൾ വായിക്കുന്നു. ഒരു കന്യക തൻ്റെ ആഭരണങ്ങളും ഒരു മണവാട്ടി തൻ്റെ അരക്കച്ചയും മറക്കുമോ? എന്നാൽ എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു. യെശയ്യാവ് 62:5 വാക്യം നമുക്ക് വായിക്കാം. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളിൽ സന്തോഷിക്കുന്നത് എങ്ങനെയാണ്? മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ, യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. നിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനത്തെയാണ് പറയുന്നത്. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മണവാളനാണ്. രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, നമ്മുടെ മണവാളനാണ്. അപ്പം യൗവനക്കാരൻ ഒരു കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ ആണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 62:5 വാക്യമാണിത്. നമ്മുടെ കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി എന്നുള്ള ഒരു കുറവ് നിന്നെ കുറിച്ച് പറയാനുണ്ട്. ആ വെളിപ്പാട് പുസ്തകം എഫെസോസ് സഭയെക്കുറിച്ച് ഇത്രമാത്രം ഗുണവിശേഷതകൾ അവിടെ പറഞ്ഞപ്പോൾ നമ്മളും നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് എന്തുവാ? നമ്മളെല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സഹിക്കുന്നു, നമ്മൾ തളർന്നു പോകുന്നില്ല. വളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത്. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടെത്തി. ഇതൊരു നല്ല കൃപാവരമുള്ള സഭയാണത്. അതുപോലെ നിനക്ക് സഹിഷ്ണുതയുള്ളത്, വളരെ സഹിഷ്ണുതയുള്ള ഒരു സഭയാണ്. എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതുമായത് ഞാൻ അറിയുന്നു. ഇത്രമാത്രം നല്ല ഗുണമുള്ള ഒരു സഭയോടാണ് യോഹന്നാൻ മുഖാന്തരം യേശുക്രിസ്തു വെളിപ്പാടിൽ കൂടെ പറയുന്നത്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുന്നു. പിന്നെ 5-ാം വചനത്തിൽ പറയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഇത്രയും വലിയ ഗുണങ്ങളും വിശേഷതകളൊക്കെ ഉണ്ട്. എങ്കിലും ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത്? നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അപ്പം നമുക്ക് എന്താ വേണ്ടി? ആദ്യ സ്നേഹത്തിൽ മടങ്ങി വരണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്
ആ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ ഇങ്ങോട്ട് പ്രാപിച്ചതിന് ശേഷം ആരാധനയ്ക്കൊക്കെ പോകാൻ എന്തോ ഒരു സന്തോഷമാണ്, എന്തോ ഒരു തിടുക്കമാണ്. എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ ചെന്നിരുന്ന് ആരാധിക്കണം, അന്യ ഭാഷയിൽ സംസാരിക്കണം. അങ്ങനെ വലിയൊരു തിടുക്കമാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പിന്നീട് അതൊക്കെയും കുറഞ്ഞു വരും. എന്നാൽ ദൈവം പറയുവാണ്, നമ്മൾ ആ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ഒരു കുടുംബജീവിതത്തിലായാലും നമ്മൾ ആ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ തമ്മിൽ പറഞ്ഞു തീർക്കുകയും ആരുടെ പക്ഷത്താണ് ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് മനസ്സിലാക്കി അത് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധിപ്പിക്കും. അപ്പോഴാ ആ കുടുംബത്തിലെ ഭർത്താവാണ് തെറ്റിയതെങ്കിൽ ഭാര്യയോട് സോറി പറയുക, ഭാര്യയാണ് തെറ്റ് പറഞ്ഞെങ്കിൽ ഭർത്താവിനോട് സോറി പറയുക. തമ്മിൽ ഒന്ന് സ്നേഹത്തിൽ സംസാരിച്ച് കഴിയുമ്പോൾ ആ വിഷയം അവിടെ സോൾവ് ആകാവുന്നേ ഉള്ളൂ. ഭിന്നിച്ചിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ദൈവവചനം പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നവോളം നിങ്ങളുടെ പിണക്കം വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ്. അഥവാ സൂര്യൻ അസ്തമിച്ച് പോയി അന്ന് പിണക്കം മാറ്റിയില്ല, പിറ്റേ ദിവസം ആകുമ്പോൾ ഉണ്ടല്ലോ ആ മനസ്സ് പിന്നെയും കഠിനമായി തീരും. പിന്നെ നമുക്ക് ആ വ്യക്തിയുമായിട്ട് അടുക്കാൻ ഒത്തിരി സാഹചര്യം വരണം, പ്രയത്നിക്കേണ്ട കാര്യമുണ്ട്. അപ്പം ഹൃദയം കഠിനമാകാതിരിക്കാൻ നോക്കുക. ആ ദൈവവചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിന് മുമ്പ് നമ്മൾ തമ്മിൽ രമ്യതയിലാകണം, തമ്മിൽ ക്ഷമിക്കുക, നമ്മുടെ കുറവുകളെ നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പം ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഞാൻ വിചാരിക്കണ എൻ്റെ ജീവിതത്തിലെ തെറ്റുകൊണ്ടാണ് ഈ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി ദൈവത്തോടൊന്ന് പറഞ്ഞാൽ മതി, കർത്താവേ എൻ്റെ ജീവിതത്തിലെ കുറവശമാണ്, നീ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആ വാക്കിൻ്റെ പക്ഷേ നമ്മൾ സംസാരിക്കുന്ന വാക്കിന് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ടോണ് മാറിപ്പോകുന്നതാണ് കുഴപ്പം. ആ ടോണുണ്ടല്ലോ, ചിലപ്പം നമ്മൾ ദേഷ്യഭാവത്തിലായിരിക്കും സംസാരിക്കുന്നത്. ആ ഉള്ളിൽ ഇച്ചിരി ദേഷ്യം ഉള്ളതുകൊണ്ടാണ് ആ ടോൺ ദേഷ്യഭാവത്തിലാകുന്നത്. അപ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് പിന്നെയും ദേഷ്യം ഉളവാക്കും. അതുകൊണ്ട് നമ്മുടെ ടോണിനെ ഒന്ന് മാറ്റണം. എൻ്റെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ സംസാരിക്കുമ്പോൾ ദേഷ്യഭാവത്തോടല്ല സംസാരിച്ചെങ്കിലും ആ ടോൺ മാറി പോകുമ്പോൾ കേൾക്കുന്ന ഭർത്താവിന് അത് ഇഷ്ടപ്പെടാതെ വരും. അപ്പോൾ അവിടെ ഇറിറ്റേഷൻ സംഭവിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ദൈവത്തോട്, കർത്താവേ എൻ്റെ ഭർത്താവിന് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന എൻ്റെ ആ ടോണിനെ നീ ഒന്ന് മാറ്റിത്തരണമേ എന്ന് ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവം എൻ്റെ ആ പ്രാർത്ഥന കേട്ട് എൻ്റെ സംസാരത്തിൽ വ്യത്യാസം തന്നിട്ടുണ്ട്. നമ്മൾ തമ്മിൽ എപ്പോഴും സ്നേഹിച്ച് ആദ്യ സ്നേഹത്തിൽ മടങ്ങി വന്നു കഴിഞ്ഞാൽ ആ കുടുംബജീവിത സ്വർഗമായി ദൈവം അവിടെ വസിക്കും. ശരിയല്ലേ? രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമെന്നാണ്. അപ്പം അവിടെ ഐക്യത നഷ്ടപ്പെടാൻ പാടില്ല. കുടുംബത്തിൽ എപ്പോഴും ഐക്യതയാണ് ആവശ്യം, സമാധാനമാണ് ആവശ്യം. കുഞ്ഞുങ്ങളും ഭർത്താവും ഭാര്യയും തമ്മിൽ എപ്പോഴും ഐക്യതയോടെ ജീവിച്ചു കഴിഞ്ഞാൽ ആ ഭവനമാണ് സ്വർഗം. മത്തായിയുടെ സുവിശേഷം 18, 19, 20 വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ച ഏത് കാര്യവും പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്തു തരാമെന്നാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നൊക്കെ സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അതെന്താണ്? ഐക്യമത്യത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അവിടെ പ്രവർത്തിക്കുന്നത്. രണ്ടുപേരും ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നിച്ചിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മക്കളുമായിട്ട് ഭിന്നിച്ചിരുന്നാൽ, അല്ലെങ്കിൽ സഭയിലെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഭിന്നിച്ചിരുന്നാൽ അത് ആ സഭയെ ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഐക്യതയോടെ മുന്നേറണമെന്നാണ്, ജീവിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അപ്പം നമ്മൾ ഐക്യതയോടെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ആദ്യ സ്നേഹത്തിൽ മടങ്ങി വരുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മൾ വായിച്ച വചനം ഏതാണ്?
യെശയ്യാവ് 62:5 നമ്മൾ വായിച്ചതുപോലെ മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. നമ്മുടെ കർത്താവ് നമ്മളിൽ അതുപോലെ സന്തോഷിക്കുവാൻ ഇടവരട്ടെ. ഹോശേയ 2:14 നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവളാരാ? ദൈവത്തിൻ്റെ മണവാട്ടിയാകുന്ന സഭയാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മണവാട്ടിയാണ്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. നമ്മുടെ കർത്താവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ആദ്യ സ്നേഹത്തിൽ മടങ്ങി വരിക. അതിൻ്റെ 15-ാം വചനം വായിക്കുന്നത്, അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. അവൾ അവളുടെ യൗവനകാലത്തിൽ എന്ന പോലെയും അവൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുന്ന നാളിൽ എന്ന പോലെയും വിധേയാകും. അന്നാളിൽ നീ എന്നെ ബാലി എന്നല്ല ഈശി ഭർത്താവേ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മൾ ഭർത്താവേ, ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഒരു റിലേഷൻഷിപ്പിലാണ് ഈ ബന്ധം വരുന്നത്. അപ്പോൾ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരേണ്ടതിന് നമ്മൾ എവിടെ വീണു എന്നറിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏത് ഭാഗത്താണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുവന്ന് ആ ഭാഗത്തെ നമ്മൾ ക്ലിയർ ആക്കുക. അതാണ് 5-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2:5 വായിക്കുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാൻ ഞാൻ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലവിൽ നിന്ന് നീക്കുകയും ചെയ്യും. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പോൾ ഒരു ജയിക്കുന്ന വ്യക്തിക്കാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ തരുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ജയിച്ച് മുന്നേറുക, ആദ്യ സ്നേഹത്തിൽ മടങ്ങി വരിക. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾക്കൊരു വചനം വായിച്ച് 7-ാം വാക്യത്തിൽ വായിക്കാം, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ മണവാളനായ ദൈവം, കാന്തനായ ദൈവം, ഒരു വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കാന്തയായ നമ്മൾ, ദൈവത്തിൻ്റെ മണവാട്ടിയായെന്ന നമ്മൾ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദിവസവും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. ആദ്യ നാളുകളുണ്ടായിരുന്ന ആരാധന, വചനം വായന, പ്രാർത്ഥന, കൂട്ടായ്മ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് അനേക ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദേശത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദേശത്തിലെ എത്രയോ ജനങ്ങൾ ഇന്നും യേശുവിനെ അറിയാത്തവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. സമാധാനവും സ്വസ്ഥതയുമുള്ളൊരു ജീവിതത്തിന് വേണ്ടി, നമ്മൾ പാർക്കുന്ന പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ദൈവം നമ്മളെ വിവാഹത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വിവാഹത്തിൽ പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. നമ്മളെല്ലാവരും, ഞാനും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമാറാണ്. ഇന്ന് ഈ സന്ധ്യയാകുന്ന സമയത്ത് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും പ്രിയപ്പെട്ടവരെയും ഞാൻ ദൈവസന്നിധാനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭാര്യ ഹോടമേൽ വെച്ചോളൂ, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോവാൻ സമ്മതിക്കുകയില്ല. കർത്താവ്, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ പ്രിയൻ്റെ, ആ കാന്തൻ്റെ, മണവാളൻ്റെ, ആ കുഞ്ഞാടിൻ്റെ കല്യാണ ദിവസത്തേക്ക് തന്നെ താൻ ഒരുക്കേണ്ടതിന്
ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ. ഹല്ലേലൂയ. അതുപോലെ ഞങ്ങൾ കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിച്ച് കർത്താവേ, ആരെങ്കിലും തങ്ങളുടെ കുടുംബജീവിതത്തിലെ ഹല്ലേലൂയ എന്തെങ്കിലും വിഷയം കൊണ്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ സ്നേഹത്തിലായിരിക്കുന്നില്ലെങ്കിൽ അവരെയൊക്കെയും നീ പിന്നെയും യോജിപ്പിക്കണമേ. ഈ ഹല്ലേലൂയ ഈ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.